ഹായ് ഗായ്സ്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ 39ാമത് കോൺവൊക്കേഷൻ സെറമണിയുടെ കാഴ്ചകളാണ് കേട്ടോ. ട്രിവാൻഡ്രം RDR കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു ഈ ഒരു പ്രോഗ്രാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ വന്നപ്പോഴാണ് നല്ല തിരക്കാണെന്ന് മനസ്സിലായത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ചുപേർ നേരത്തെ വന്ന് ക്യൂവിലൊക്കെ നിന്നതുകൊണ്ട് എനിക്കും സമയത്തിന് രജിസ്ട്രേഷനൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ ഈ സ്കാർഫ് നമ്മളിവിടെ നിന്ന് വാങ്ങണം കേട്ടോ. അപ്പോൾ ഈ സ്കാർഫ് ഇട്ടവർ മാത്രമേ അവർ ഉള്ളിൽ കടത്തി വിടുള്ളൂ. നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്കൊരു ബാഗോ കുടയോ ഒന്നും കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊരി വെയിലത്ത് നിന്ന് നമ്മൾ നല്ല കഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അത്യാവശ്യം ഇരിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. കൂടെ വന്നിട്ടുള്ളവർക്കും പാരൻസിനും ഒക്കെ ഇരിക്കാൻ സെപ്പറേറ്റ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലേറ്റായിട്ടാണ് വന്നതെങ്കിലും നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ നല്ലപോലെ എടുക്കാൻ പറ്റി. ഈ ലേറ്റായിട്ടാണ് പ്രോഗ്രാമും തുടങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും തന്നെ സ്കാർഫൊക്കെ ഇട്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഗസ്റ്റും വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ വർഷത്തെ ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോസാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റിൻ്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു വന്നത്. നമുക്കിവിടെ നിന്നൊരു റിഫ്രഷ്മെൻറ്റ് കൂപ്പണും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിന് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു പഫ്സും അതൊരു സ്വീറ്റായിട്ടുള്ള പേടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് കഴിക്കാൻ പറ്റാത്ത സമയമായതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ അത് വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത്. അപ്പോൾ നമ്മുടെ ഈ വൈസ് ചാൻസലർ ആയിട്ടുള്ള മോഹനൻ സാറായിരുന്നു. നല്ലൊരു സ്പീച്ചൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല മോട്ടിവേഷനായിട്ട് തരുന്ന രീതിയിലായിരുന്നു പ്രസംഗമൊക്കെ. അതുപോലെ തന്നെ സ്ക്രീനിൽ അതേസമയം ഡൽഹിയിലുള്ള കോൺവൊക്കേഷൻ നടക്കുന്ന അതേ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് വീഡിയോയിൽ കാണാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഗോൾഡ് മെഡലിസ്റ്റിനുള്ള പ്രൈസാണ് ആദ്യം കൊടുത്തത്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. MSW കോഴ്സിനാണ് പുള്ളിക്കാർക്ക് ഈ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വന്നിട്ട് ഈ സ്പെഷ്യൽ സ്റ്റുഡൻസിനുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മളും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ എപ്പോൾ കിട്ടും എന്നുള്ളത്. കാരണം ഏകദേശം 1500-ൽ കൂടുതൽ ആളുകൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും സ്റ്റുഡൻസാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു 800 പേരൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചീഫ് ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു 50 പേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ നമ്മുടെ പ്ലാനിങ് ഒക്കെ അങ്ങനെ പാളിപ്പോയി. എന്തായാലും നമുക്ക് നല്ലൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ ഫോട്ടോയൊക്കെ അവർ എടുത്തു തന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിൻ്റൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒരു ഫോട്ടോയൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ കോൺവൊക്കേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സ്കാർഫൊക്കെ കൊടുക്കാൻ വേണ്ടി വീണ്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ളൊരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇതുപോലെ ഗൗണൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഗൗണൊക്കെ ഇട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടു. അപ്പോൾ അവളത് എനിക്കും തന്നു കേട്ടോ. അങ്ങനെ ഞാനും അതൊക്കെ ഇട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. സാധാരണ എക്സാംസിന് മാത്രമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ ഫ്രണ്ട്സായിട്ട് അന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഫസ്റ്റ് ടൈമാണ് എല്ലാവരും ഒരു കോൺവൊക്കേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 ആയപ്പോൾ ഞങ്ങൾ പോയേട്ടോ. അപ്പോഴവിടെ കോൺവൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു.